and imaginary part of a complex number. We know that square root of minus 1 can be denoted by the symbol I. Okay, so we have I square is equal to minus 1. So when somebody asks you what is the meaning of I square is equal to minus 1, you have to answer I is a solution of the equation x square plus 1 is equal to 0. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കോംപ്ലക്സ് നമ്പറിലേക്ക് എത്തിയത് x square plus 1 is equal to 0 or x square plus 2 is equal to 0, x square plus 4 is equal to 0 അങ്ങനെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്തപ്പോഴാണ് നമുക്ക് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ വന്നത്. ഓക്കെ, സോ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നെഗറ്റീവ് 1 വന്നു. അതിനെ നമ്മൾ ഇമാജിനറി നമ്പർ ആണെന്ന് പറഞ്ഞു. അതിനെ ഡിനോട്ട് ചെയ്യാൻ ഐ എന്ന ലെറ്റർ യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് നമ്പേഴ്സിനെ, ഐ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സിനെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. കോംപ്ലക്സ് നമ്പറിനെ എ പ്ലസ് ഐ ബി എന്നതാണ് ജനറൽ ഫോം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, സെഡ് അല്ലെങ്കിൽ ഡബ്ല്യു. ഈ രണ്ട് ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നാണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ നമ്പറിനെ, ഈ കോംപ്ലക്സ് നമ്പറിനെ രണ്ട് പാർട്ടാക്കിയിട്ട് എഴുതിയിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ എ മാത്രം, സെക്കൻഡ് പാർട്ടിൽ ഐ ബി. ഓക്കെ, സോ ഹിയർ വി സേ എ ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് and B is called imaginary part of Z. കാരണം ഇമാജിനറി യൂണിറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടേമിലാണ് ബി ഉള്ളത്. സോ അതിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും. ഓക്കെ, സോ റിയൽ പാർട്ടിൽ എ ഈസ് റിയൽ പാർട്ടാണ്. റിയൽ പാർട്ടിനെ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്, ആർ ഇ ഓഫ് സെഡ്. സോ ദാറ്റ് ഇസ് എ ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ്. B is the imaginary part. It can be written as Im of Z. Okay, so we can call this as A is real part of Z and B is imaginary part of Z. Okay, so Z is equal to A plus IB. Suppose B is equal to 0. B is a real number. Imaginary part 0. That is ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ സെഡിനെ എങ്ങനെ എഴുതാം? എ എന്ന് എഴുതാം. കാരണം ഇമാജിനറി പാർട്ട് 0, ഐ ഇൻറ്റു 0 0 ആണ്. സോ വി ഹാവ് സെഡ് ഇസ് ഈക്വൽ ടു എ. സോ ഹിയർ വി സേ ദി സെഡ് ഇസ് എ റിയൽ നമ്പർ ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു എ. ബിക്കോസ് എ ഒരു റിയൽ നമ്പർ ആണ്. സോ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് വരും. അതേപോലെ സപ്പോസ് എ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് റിയൽ പാർട്ട് ഓഫ് സെഡ് 0 ആകുന്നു. റിയൽ പാർട്ട് ഓഫ് സെഡ് 0 ആകുമ്പോൾ വി ക്യാൻ റൈറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഐ ബി. ഓക്കെ, ദിസ് ഇസ് കോൾഡ് പ്യുവർ ഇമാജിനറി നമ്പർ. ഇതിനെ നമ്മൾ പറയാ പ്യുവർ ഇമാജിനറി നമ്പർ എന്നാണ്. ഓക്കെ, സോ ഇത്രയും ഓർക്കുക. ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയില് A is called real part of Z and is denoted by RE of Z. Okay, and B is called imaginary part of the complex number Z and it can be written as Im of Z, called can be said as imaginary part of Z. Okay, write the real part and imaginary part of the following complex numbers. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പർ തരും, അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാൻ ചോദിക്കും. സോ ഹിയർ വി ഹാവ് ദ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ z is equal to 3 minus i2. ഓക്കെ, സോ ഇതിനെ നമ്മൾ എപ്പോഴും ആ ഒരു ജനറൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പറിലേക്ക് കണക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, സോ എ പ്ലസ് ഐ ബി എന്നുള്ളതാണ് ജനറൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ. സോ ഇതിലെ ഫസ്റ്റ് നമ്പർ എയിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്പറിലായിട്ട് വരുന്ന ഐയുടെ കൂടെ വരുന്ന ബിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഹിയർ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏതാണ്? 3. ഓക്കെ, വാട്ട് ഇസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്? ഇവിടെ മിക്ക കുട്ടികളും മിസ്റ്റേക്ക് വരുത്തും, 2 എന്ന് മാത്രം എഴുതും.
പാടില്ല. അതിന്റെ മുന്നേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി വേണം എഴുതാൻ. കാരണം പ്ലസ് ഇൻറ്റു I മൈനസ് 2 ആണ് 3 മൈനസ് I2 വരുന്നത്. ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 3 പ്ലസ് I ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്ത് വരണം? -2 വരണം. അങ്ങനെയാണ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി ഇവിടെ മാറിയത്. സോ ബിയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ -2 ആണ്. സോ ഇമാജിനറി പാർട്ട് ഓഫ് Z is equal to -2. Got it? അടുത്ത കോംപ്ലക്സ് നമ്പർ നോക്കാം. 2 പ്ലസ് I3. സോ ഇവിടെ Z എന്ന് പേര് കൊടുത്തിട്ടില്ല. സോ അങ്ങനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുമ്പോൾ ഏറ്റവും നല്ലത് അതിന് Z എന്ന് പേര് കൊടുത്ത് എഴുതും. അല്ലെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ദ ഗിവൺ കോംപ്ലക്സ് നമ്പർ ഇസ് ഈക്വൽ ടു എന്ന് നീട്ടി എഴുതേണ്ടി വരും. സോ ലെറ്റ് Z is equal to 2 പ്ലസ് I3. സോ ഇത് ഓൾറെഡി ഈ ഒരു ഫോമിലാണ്. ഡയറക്റ്റ് ആയിട്ട് എയുടെ സ്ഥാനത്ത് എന്താണ് ബിയുടെ സ്ഥാനത്ത് എന്താണെന്ന് എഴുതാൻ പറ്റും, നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട്. സോ വാട്ട് ഇസ് റിയൽ പാർട്ട് ഓഫ് Z? റിയൽ പാർട്ട് ഓഫ് Z is equal to ഇമാജിനറി യൂണിറ്റ് ഇല്ലാത്ത ടേമിലെ നമ്പർ. വാട്ട് ഇസ് ദാറ്റ്? 2. നൗ ഇമാജിനറി പാർട്ട് ഓഫ് Z, ഇമാജിനറി യൂണിറ്റ് ഉള്ള ടേമിലെ നമ്പറിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത്. അത് 3 ആണ്. സോ ഇമാജിനറി പാർട്ട് ഓഫ് Z is equal to 3. ഓക്കെ. Next complex number, Z is equal to 4 minus I root 3. So what is real part of Z? Real part, real number മാത്രമുള്ളൂ. ഇത് real number ആണ്, ഇത് imaginary number ആണ്. So complex number form എന്ന് പറഞ്ഞാൽ ഒരു real number plus imaginary unit ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. സോ നമുക്ക് real part of Z 4 ആണ്. imaginary part of Z എന്താണ്? -√3 എന്ന് എഴുതണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്പറിലേക്ക് വരുന്നു. 3/2i. ഇവിടെ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പറിന് നമ്മൾ പറയുന്ന പേര് പഠിച്ചിരുന്നു, പ്യുവർ ഇമാജിനറി നമ്പർ എന്നാണ് അതിനെ പറയുക. സോ പ്യുവർ ഇമാജിനറി നമ്പറിൽ റിയൽ പാർട്ട് ഓഫ് Z എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ അതിന് മുമ്പേ ലെറ്റ് Z is equal to 3/2i എന്ന് കൊടുക്കാം. ഇതിനെ നമ്മൾ a+ib ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 0 പ്ലസ് 3/2i എന്നാണ് എഴുതുക. സോ റിയൽ പാർട്ട് ഓഫ് Z എന്ത് വരും? 0 വരും. ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ത് വരും? I ഉള്ള ടേമില് ഐനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പർ ഏതാത്? പ്ലസ് 3/2. സോ 3/2 ആണ് ഇമാജിനറി പാർട്ട് ഓഫ് Z. സോ ഇവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യം ഓർക്കേണ്ടതാണ്, പ്യുവർ ഇമാജിനറി നമ്പറും പ്യുവർ റിയൽ നമ്പറും. ഓക്കെ.